ഷാജിക്കെതിരെ സഖാക്കൾ ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ചീറ്റിപ്പോയിരിക്കുന്നു. ഷാജി കുഴപ്പക്കാരനെയല്ല, അഴിമതിക്കാരനല്ല, ഇത് പിണറായി പക വീട്ടാൻ വേണ്ടി എടുത്ത കേസാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. പിണറായിയെ വിശ്വസിച്ച് ഇഡി ഷാജിക്കെതിരെ കേസെടുത്തതും വെറുതെ ആയിപ്പോയി. എന്നിട്ട് സുപ്രീം കോടതി പറയുകയാണ്, വിചാരണ നടത്തി നിരപരാധിയാണോ കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കട്ടെന്ന്. ഇതാണ് ഈ സർക്കാരിന്റെ ഒരു രീതി. ആരോടെങ്കിലും പക വീട്ടാനുണ്ടെങ്കിൽ അവർക്കെതിരെ കള്ളക്കേസെടുക്കും. തെളിവൊന്നും വേണ്ട, ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ മതി. ഈ പരാതി കൊടുത്താൽ സർക്കാർ കേസെടുത്താൽ ഈ കേസിൽ പ്രതിയായിരിക്കുന്നവൻ പിന്നെ ഒളിവിൽ പോവേണ്ടി വരും, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വക്കീലന്മാരെ വെച്ച് വാദിക്കേണ്ടി വരും, നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്യും. അപ്പോഴേക്കും അവന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഈ പകവീട്ടൽ രാഷ്ട്രീയത്തിനെതിരെ നമ്മുടെ സമൂഹ മനസാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു. ഷാജി തീർച്ചയായും ഇത് ഗൗരവമായി എടുക്കുകയും നിയമവിരുദ്ധമായി വ്യാജ പരാതിയിലൂടെ തന്നെ കേസ് കൊടുക്കാൻ ശ്രമിച്ച CPM നേതാവ് അടക്കം അത് കേട്ട് യാതൊരു പ്രാഥമിക അന്വേഷണവും ഇല്ലാതെ, യാതൊരു തെളിവുമില്ലാതെ, ഒരു സാക്ഷിമൊഴി പോലും ഇല്ലാതെ കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസിനും പോലീസിനുമെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം. അതിനുള്ള വകുപ്പ് പുതിയ ക്രിമിനൽ നിയമത്തിലുണ്ട്. നിരപരാധിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കള്ള പരാതി കൊടുക്കുകയും ആ പരാതി പ്രാഥമിക അന്വേഷണം നടത്തി തെളിവില്ലാതെ തന്നെ കേസാക്കുകയും ചെയ്താൽ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വകുപ്പുണ്ട്. ദയവായി ഷാജി ഇത് ഗൗരവമായി എടുക്കുകയും ഈ പിണറായിയുടെ പകവീട്ടലിനെ കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.